ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യാനുള്ള ഇഡിയുടെ നീക്കം പാളി. കിഫ്ബിയിലെ ഫെമ നിയമലംഘനത്തിൽ ഐസക്കിനെ തിരഞ്ഞെടുപ്പ് കാലത്ത് ചോദ്യം ചെയ്യുന്നത് ഹൈക്കോടതി വിലക്കി. തോമസ് ഐസക്കിന്റെ സൗകര്യത്തിനനുസരിച്ച് ചോദ്യം ചെയ്യാമെന്ന ഇഡിയുടെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല. ഉത്തരവിനെ തോമസ് ഐസക് സ്വാഗതം ചെയ്തു. കിഫ്ബിയിലെ ഫെമ നിയമലംഘനം അന്വേഷിക്കുന്ന ഇഡിയുടെ നീക്കത്തിനാണ് വീണ്ടും ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ സമൻസ് അനുസരിച്ച് ചോദ്യം ചെയ്യാനുള്ള ഇഡിയുടെ ശ്രമം ഹൈക്കോടതി തടഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാണ് ഡോക്ടർ ടി.എം. തോമസ് ഐസക്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇഡിക്ക് വിശാലമായി അന്വേഷിക്കാം, അതുവരെ ചോദ്യം ചെയ്യേണ്ടതില്ലെന്നും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കി. കിഫ്ബി നടത്തിയ ചില ഇടപാടുകൾക്ക് വ്യക്തത വരേണ്ടതുണ്ട്. എന്നാൽ തോമസ് ഐസക്കിനെ ഈ ഘട്ടത്തിൽ ചോദ്യം ചെയ്യേണ്ടതില്ലെന്നും സിംഗിൾ ബെഞ്ചിന്റെ നിരീക്ഷണം. തോമസ് ഐസക് പറയുന്ന സമയത്ത് ചോദ്യം ചെയ്യാമെന്ന ഇഡിയുടെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല. ഇഡിക്ക് മുന്നിൽ ഹാജരാകാൻ ബാധ്യതയില്ലെന്നാണ് തോമസ് ഐസക്കിന്റെ വാദമെന്ന് ഹൈക്കോടതി ഇഡിയെ അറിയിച്ചു. പാർലമെന്റിലേക്ക് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലെന്നും ഹൈക്കോടതിയുടെ നിരീക്ഷണം. തുടർന്ന് കിഫ്ബിയുടെയും തോമസ് ഐസക്കിന്റെയും ഹർജികൾ മധ്യവേനൽ അവധിക്കാലത്തിന് ശേഷം പരിഗണിക്കാൻ മാറ്റി. കോടതി തുറന്ന ശേഷം മെയ് 22-ന് ഹർജികളിൽ ഹൈക്കോടതി വിശദമായ വാദം കേൾക്കും. ഹൈക്കോടതി ജനാധിപത്യത്തിന്റെ പവിത്രത ഉയർത്തിപ്പിടിച്ചുവെന്നായിരുന്നു ഇടക്കാല ഉത്തരവിനെ സ്വാഗതം ചെയ്ത ഡോക്ടർ ടി.എം. തോമസ് ഐസക്കിന്റെ പ്രതികരണം. കോടതി ഇന്ന് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ പ്രക്രിയയുടെ പവിത്രത ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. ഇതിനെ അട്ടിമറിക്കാനാണ് ഇഡി ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ എന്നെ സമൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റിപ്പോർട്ടർ, കൊച്ചി.